പുഷ്പ ചേച്ചി എങ്ങനെയുണ്ട് റണ്ണിങ് ഒക്കെ? റണ്ണിങ്ങിന്റെ ആണല്ലേ? അപ്പൊ ഇന്ന് എന്താ പുഷ്പ ചേച്ചി എൻ്റെ അടുത്ത് നേരത്തെ വന്നൊരു കാര്യം പറഞ്ഞു കേട്ടോ. നമുക്കൊക്കെ ഒരു അഭിമാനം തോന്നുന്ന ഒരു സംഭവമാണ്. പുഷ്പ ചേച്ചി ഞാൻ അങ്ങോട്ട് പോയപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ രണ്ടുപേരും നിൽക്കുന്നുണ്ടോ, ഇവര് നമ്മളുടെ എന്താ പറയാ, നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരെന്താ? ഏഞ്ചൽസ് വാലി കെയർ ഹോം. അവിടെ നമുക്ക് അമ്മമാരും അച്ഛന്മാരും ഉപ്പമാരും എല്ലാവരെയും നോക്കുന്ന രണ്ട് ലേഡീസാണ്. അപ്പൊ ഇങ്ങനെ നല്ലോണം കാണണ്ടേ, തിരിഞ്ഞിരുന്നേ ഇവരല്ലേ കാണിക്കണ്ടല്ലേ? സത്യം പറയാൻ എനിക്ക് അഭിമാനം തോന്നി കേട്ടോ. അവരുടെ നടത്തുന്ന നമ്മുടെ ഏതായിരുന്നു? ഷെഫീഖ് ജൗഹരി ഉസ്താദാണ് നടത്തുന്നത്. പക്ഷെ അവിടെ ആരൊക്കെയാ, ഒത്തിരി ആൾക്കാർ ആരൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇങ്ങോട്ട് 8 സ്റ്റാഫോളം ഉണ്ട്. നമ്മള് 8 സ്റ്റാഫുമാരില് ഒന്നെയാണ് മാനേജറായിട്ട് നിൽക്കുന്നത്. ഇത് സ്റ്റാഫാണ്. ഒത്തിരി സന്തോഷം. എന്താ അറിയോ, അത്രയും അമ്മയും അച്ഛനെയും വാപ്പായും ഉമ്മായും ഒക്കെ നോക്കുന്ന രണ്ട് എന്നെ പോലെ നമ്മുടെ പോലെ വനിതകൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ, അതും ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർ എന്തായാലും എനിക്ക് പരിചയപ്പെടുത്തിയേ പറ്റൂ. അപ്പം ഇത് നമ്മൾ എവിടെയാടാ ഈ സ്ഥലം വരുന്നത്? കൊട്ടുകാട് അമ്മ വീട് ജംഗ്ഷൻ എന്ന് പറയും. കൊട്ടുകാട് അമ്മ വീട് ജംഗ്ഷനിൽ തന്നെ. അപ്പൊ അവിടെ ഒരുപാട് പേരും അല്ലാതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് കാര്യം, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് പോവാല്ലോ, അവരൊക്കെ ഒന്ന് കാണണ്ടേ. പുഷ്പ ചേച്ചി അവിടെ പോയാ കൊടുക്കുന്നത്? ചുമോന്റെ ബർത്ത്ഡേക്ക് ആണോ? ആണല്ലേ? ഞാനിവിടെ സ്ഥിരം വരാറുള്ളതാണ്. ആണോ? പക്ഷെ ഇതുവരെ നമ്മളടുത്തൊന്ന് പരിചയപ്പെടുകയോ ഒന്നും ചെയ്തിട്ടുമില്ല. പക്ഷെ ആണല്ലേ? അപ്പോഴേ ഞാൻ എന്താണെന്നറിയാം ഈ വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്തി പറഞ്ഞത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരുപാട് നമുക്ക് വനിതകളായിരിക്കും, കൂടുതൽ ലേഡീസ് ആണ് നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മക്കളുടെയൊക്കെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴേ നമ്മൾ സാധാരണ ഒരു കേക്ക് മുറിച്ച് അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളൊക്കെ നടത്തിയാണ് നമ്മുടെ വീട്ടുകളിൽ സാധാരണ ചെയ്യാറുള്ളത്. പുഷ്പ ചേച്ചി പറയുന്ന കൂടെ എടുക്കണം. അവിടെ പോയി അപ്പോഴ് നമ്മൾ അങ്ങനെ ആഘോഷങ്ങൾ നടത്തി ആഘോഷങ്ങൾ നടത്തി നമ്മൾ ഒരുപാട് പൈസ ഒക്കെ ചിലവാക്കില്ല. പക്ഷെ അതിന് പകരം ആ ഒരു സംഭവം നമ്മുടെ ഈ ഇവിടെ ഉള്ള അമ്മമാർക്കോ അച്ഛന്മാർക്കോ പിന്നെ എന്താ പറയാ ഉമ്മമാർക്കും ഒക്കെ എന്തെങ്കിലും ഒരു ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരുപാടൊന്ന് എൻജോയ് ചെയ്യുമ്പോൾ, ഞാൻ അങ്ങനെ സാധാരണ ചെയ്യാറുണ്ട് പക്ഷെ നമ്മളൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര സംതൃപ്തിയായിട്ടോ കിട്ടാറുള്ളത്. അപ്പൊ അവരെ നോക്കുന്ന ഈ രണ്ട് ലേഡീസിനെ സത്യം പറഞ്ഞാൽ എനിക്ക് നമുക്ക് അഭിമാനിക്കാവുന്നതല്ലേ. അങ്ങനെയുള്ളവരെ നോക്കുന്ന, എനിക്ക് തോന്നുന്നു ദുബായിലെങ്ങാണ്ടായിരുന്നു ഈ താമസം അല്ലേ? അവിടുന്ന് ഇവിടെ വന്ന് ഇതിനൊരു സന്തോഷമുണ്ട് പുള്ളിക്കാർക്ക് ഇത് നോക്കുന്നത്. എന്നോട് പറഞ്ഞു, എനിക്ക് ഇവിടെ വന്ന് ഇവരെയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ടെന്ന് എന്നോട് പറയുകയും ചെയ്ത്. പിന്നെ അമ്മമാര് പ്രത്യേകം പറഞ്ഞത് ഒരു സാരി ഉടുത്ത് കാണണമെന്ന്. ആ ഒരു സാരി എടുക്കാൻ ഇവിടെ പുള്ളിക്കാരി വന്നത്. ബനാറസിന്റെ ഒരു സാരിയും കിട്ടി. അതിൽ ഫോട്ടോ എടുത്ത് അമ്മമാർക്ക് കാണിക്കാൻ വേണ്ടി ഫോട്ടോയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴ് പിന്നെ എത്രയോ മക്കൾ ഉപേക്ഷിച്ച് അമ്മമാരൊക്കെ അവിടെ കിടക്കുന്നല്ലേ? മക്കളുള്ളവരാണ് കിടക്കുന്നത് അല്ലേ? മക്കള് ഉള്ള പാപ്പാമാരും അതുപോലെ തന്നെ ഉമ്മമാരും അതുപോലെ തന്നെ മക്കളുള്ളവര് തന്നെ. നമ്മൾ ചെന്ന് കാണുമ്പോൾ നമ്മളെ കാണും. പക്ഷെ അവിടെ നല്ല ഇതായിട്ടല്ലേടാ ഇവര് നോക്കുന്നത്. അവർക്ക് ആ ഒരു സന്തോഷം അവിടെ ചെയ്യുന്നതല്ലേ? അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം അവർക്ക്. കാരണം എന്നുവെച്ചാൽ പ്രോത്സാഹിപ്പിക്കുന്ന വേറെ രീതിയിലല്ല, ഇങ്ങനൊരു സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനൊന്നും മക്കളൊന്നും ആരെയും അങ്ങനൊന്നും ചെയ്യാതിരിക്കുക. പരമാവധി അങ്ങനെ തന്നെ പറയാം. അപ്പൊ ആരെങ്കിലും വിളിച്ച് നമ്മൾ വേറൊരു അമ്മയെ ഇപ്പൊ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ച് വിളിച്ചാലും അവിടുത്തെ ഉസ്താദ് വിളിച്ച് പറയുന്നത് മാക്സിമം നിങ്ങൾ തന്നെ നോക്ക് എന്നുള്ള രീതിയിൽ പറയത്തുള്ളൂ. കാരണം അവർക്ക് മക്കൾ നോക്കുന്നതാണൊക്കെ എന്തായാലും പറ്റത്തില്ല. പക്ഷെ അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ വീടിനേക്കാളും സന്തോഷമാണ് ഞങ്ങൾക്കെന്ന് പറഞ്ഞാലും നമുക്കറിയാം അവർ ഉള്ളിൽ മക്കളോടുള്ള സ്നേഹം. പ്രസവിച്ച് തള്ളയല്ലേ അല്ലേ? നമുക്കൊക്കെ അങ്ങനെ തോന്നുമോ നമ്മുടെ മനസ്സിലൊക്കെ അങ്ങനെ കൊണ്ടുപോയി എവിടെങ്കിലും ഇടാനായിട്ട്? ഒരിക്കലും ഒരു തള്ളമാരെ ഒരു മക്കളും ഉപേക്ഷിക്കാതിരിക്കട്ടെ. അപ്പൊ ഈ ബർത്ത്ഡേ ഒക്കെ നടത്തുമ്പോ ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കണം. അപ്പൊ മക്കൾക്കൊരു ബോധം വരുമല്ലോ ഇതൊക്കെ കാണുമ്പോഴും. എന്റെ മോളൊക്കെ കൊണ്ട് കാണിക്കുമ്പോൾ അവൾക്കൊക്കെ ഭയങ്കര സങ്കടവും. അവളൊക്കെ തിരിച്ചു വരുമ്പോ ഇങ്ങനെ കരഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. അവളൊക്കെ പറയും. ഫീലിങ്സ് ഉണ്ടാക്കി. അവിടെ അയ്യങ്കോയ്ക്ക് സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നിരുന്നു. ഒത്തിരി നേരം അമ്മമാരുമായിട്ട് നിന്നു, ഒത്തിരി ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഭക്ഷണവും കൊണ്ട് കൊടുത്തു അവർക്ക്. പിന്നെ ഞാൻ അവിടെ ആ സ്ഥാപനത്തെ കുറിച്ച് ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടില്ല. ഇതിപ്പോ പുഷ്പ ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ ആ സ്ഥാപനം അറിയുന്നത്. പുള്ളിക്കാരി പക്ഷേ ഇത്രയും നാളുകൊണ്ട് നമ്മുടെ കസ്റ്റമർ ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല. ഇന്ന് എനിക്കത് പറയാൻ അവസരം ഉണ്ടായതിൽ ഒരുപാട് സന്തോഷം. കാരണം ഇനി എനിക്കൊന്ന് പോവാലോ എല്ലാരെയും കാണാനായിട്ട്. അപ്പൊ ഞാൻ ഇനി വരും, ഉറപ്പായിട്ടും വരും. ഞാൻ ഒരു ദിവസം വിളിച്ച് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അവരെത്തും. അപ്പൊ സ്ഥാപനത്തിലെ എല്ലാവരും, അതായത് ഡയറക്ടർ ഉൾപ്പെടെ ഉള്ള സമയത്ത് ഒരു ദിവസം വരും. ഞാൻ തീർച്ചയായിട്ടും ഫുൾ ഡേ അവിടെ നിൽക്കാവുന്ന അത്രയും നല്ല ഞങ്ങൾക്ക് സന്തോഷം. അവർക്കൊരു സന്തോഷം എന്റെ വഴിയിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അമ്മമാരത്തൊക്കെ അന്വേഷണം പറയണം പ്രത്യേകം. നമ്മുടെ ഈ സ്ഥാപനം എവിടെയാണ് ഇപ്പൊ ഏഞ്ചൽസ് വാലി എന്നാണ് അതിന്റെ പേര്. കൊട്ടുകാടിലെ അമ്മ വീട് ജംഗ്ഷൻ. കൊട്ടുകാട് അമ്മ വീട് ജംഗ്ഷനാണ്. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോവാം.
അവിടെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യണമെങ്കിൽ അവരെ ചോദിക്കട്ടെ, അവരുടെ മാനേജ്മെന്റിലൊക്കെ ചോദിച്ചിട്ടല്ലേ നമുക്ക് മെൻഷൻ ചെയ്യാൻ നോക്കും. വേണമെന്നുണ്ടെങ്കിൽ നമ്പർ കൂടെ ഞാൻ മെൻഷൻ ചെയ്തേക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. സന്തോഷമാവില്ല ഇതൊക്കെ നമ്പറാണ് ഞാൻ തന്നിരിക്കുന്നത്. എനിക്ക് തന്ന നമ്പർ സ്ഥാപനത്തിന് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൊടുത്തേക്കട്ടെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോണേ. അപ്പം എല്ലാവരും ഇവരെ പോലുള്ളതൊക്കെ ലേഡീസിനെയും കൂടെ സപ്പോർട്ട് ചെയ്യും. ഇത്രയും നല്ല കാര്യങ്ങളല്ലേ ഇവർ ചെയ്യുന്നത്, ഇവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലേ? ഇവർ നോക്കുന്നത് അതേപോലല്ലേ അമ്മമാരെ നോക്കുന്നത്. ഒത്തിരി സന്തോഷം, ഒത്തിരി 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 എത്ര പറഞ്ഞാലും മതിയല്ലോ. ഒത്തിരി സന്തോഷം കേട്ടോ. ബൈ.